ഇന്ന് രാവിലെ സമയം കർത്തൃപാദപീഠത്തിൽ നമുക്ക് ഏവർക്കുമായിരിക്കാം. കർത്താവ് തൻ്റെ വചനത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. മതി. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. അതുകൊണ്ടെന്ന് പറഞ്ഞാണ് ആ വാക്യം അവിടെ ആരംഭിക്കുന്നത്. ഞാനതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ മുമ്പൊരിക്കൽ വളരെ സവിസ്തരമായ നിലയിൽ ഇതുപോലെ ഒരു സഭായോഗത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഭാഗമാണ്. അത് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിചാരം. വീണ്ടും അതിനകത്തെ ഒറ്റ ഒരു പദം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് പകലിൽ കൊണ്ടുവരുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം എന്ത് ചെയ്യുവിൻ? ശ്രമിപ്പിൻ. ദൈവമക്കളോടുള്ള വലിയ ഒരാഹ്വാനമാണ് നമ്മുടെ വിളി, നമ്മുടെ തിരഞ്ഞെടുപ്പ്. ഇത് നമ്മൾ ഉറപ്പാക്കുവാൻ എന്തു ചെയ്യണം? അധികം ശ്രമിപ്പിൻ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു 10-30 വർഷത്തിന് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത്, കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ്, ഈ വാക്യത്തിൽ നിന്ന് ഒരു 6 മാസം പ്രസംഗിച്ചത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ വരുവാനിടയായി തീർന്നു. 6 മാസം തുടർച്ചയായിട്ട് സഭായോഗത്തിന് ഈ ഒറ്റ ഒരു വാക്യത്തിൽ നിന്ന് അന്നത്തെ എൻ്റെ അറിവൊക്കെ വെച്ച് പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ തിരുവചന ഭാഗത്തൂടെ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ ഇടയായി തീരുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായി. തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒറ്റ പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. കുറച്ചുകൂടെ ആ ഭാഗം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ എഫെസ്യ ലേഖനത്തിൽ കൂടെ ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ കൂടെ വായിച്ചോ. അത് തന്നെ. വാഴ്ത്തപ്പെട്ടവൻ നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 1-ാമത്തെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അവൻ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 5-ാമത്തെ വാക്യം കുറേ കൂടി ആഴമായ നിലയിൽ നാം ദത്തെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. ഈ ഭാഗങ്ങളെല്ലാം നമുക്കതിൽ മനസ്സിലാക്കാം. എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പോൾ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അല്ലേ? എന്നാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്ന് ആ ഭാഗത്ത് പ്രസ്താവിക്കുന്നുണ്ട്. പൗലോസ് ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. താൻ ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയ ആ സമയത്താണ് ദൈവം തന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു ചിന്തയുമായിട്ട് പൗലോസ് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കുറേ കൂടെ ഗലാത്യ ലേഖനം പൗലോസ് എഴുതുന്ന ആ സന്ദർഭത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ജനനം മുതൽ എന്നെ വേർതിരിച്ചിരിക്കുന്ന ദൈവം. അപ്പോൾ കുറേ കൂടി അറിവ് പൗലോസിനുണ്ടായപ്പോൾ പൗലോസ് പറയുകയാണ്,
ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വച്ചല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എൻ്റെ ജനനം മുതൽ എന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു. എന്നാൽ അതിനുശേഷം എഫേസ്യ ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ പൗലോസ് കുറേ കൂടെ ആ കാര്യത്തെക്കുറിച്ചുള്ള ആഴമായ അറിവുണ്ടായിട്ട് ഇവിടെ പറയുകയാണ്, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വച്ചല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എൻ്റെ ജനന സമയത്തല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, ലോകം സ്ഥാപിക്കുന്നതിന് മുന്നമേ എൻ്റെ ദൈവം എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു. അത് എത്ര വലിയൊരു അറിവാണ് പ്രിയമുള്ളവരെ, എത്ര വലിയൊരു അറിവാണ്. ലോകമുണ്ടാകുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് നമ്മെ ദൈവം കണ്ടു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ അറിവ് എത്ര വലുതാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ദൈവം നമ്മെ മുന്നമേ കണ്ടു എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരനുഭവമാണ്. നമ്മളൊന്നും യാദൃച്ഛികമായിട്ട് ഇവിടെ വന്നവരല്ല, യാദൃച്ഛികമായിട്ട് ഇവിടെ ഇരിക്കുന്നവരുമല്ല. പ്രത്യുത ഇന്ന് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത്, ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ കണ്ടു, നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനായിട്ടാണ് തിരഞ്ഞെടുത്തത്? എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. എന്തിനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? സ്തോത്രം. 132 സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും 132-ന്റെ 13-14 യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ഇവിടെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. മുമ്പ് ആ ഭാഗം ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്.
അതുകൊണ്ട് ഞാൻ ഒത്തിരി ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഇവിടെ പറയുകയാണ്, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായിട്ട് ഇച്ഛിക്കുകയും ചെയ്തു. അടുത്ത വാക്യം കൂടെ, അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു, ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കുകയാൽ അവിടെ എന്ത് ചെയ്യും? വസിക്കും. ഇത് പഴയ നിയമത്തിലെ യെരുശലേമിനെ കുറിച്ച്, സിയോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ തന്നെയും ഇന്ന് പകലിൽ ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ദൈവം നമ്മിൽ വസിക്കാനാണ്. സ്തോത്രം. ദൈവം നമ്മിൽ എന്ത് ചെയ്യാനാ? വസിക്കാനാണ്. ഇവിടെ അക്ഷരികമായ ഒരു സ്ഥലത്ത് ദൈവം വസിക്കാൻ ഇച്ഛിച്ചു എങ്കിൽ ഇന്ന് പകലിൽ ദൈവമക്കളോട് ഓർപ്പിക്കാം, പുതിയ നിയമ ഇസ്രായേലായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്തല്ല ദൈവം വസിക്കുന്നത്, നമ്മിലാ ദൈവം വസിക്കുന്നത്. സ്തോത്രം. ദൈവം വസിക്കാനായി തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളാണ് ഞാനും നിങ്ങളും എന്നുള്ള തിരിച്ചറിവ് എന്ന് പകലിൽ ഉണ്ടാകണം. സ്തോത്രം. എന്നിട്ട് ദൈവം പറയാം, അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് വെറുതെ തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്നിലും നിങ്ങളിലും വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പഴയ നിയമകാലത്ത് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പർവ്വതത്തിൽ വെച്ച് ദൈവം തൻ്റെ ദാസനായ മോശയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ സ്വർഗത്തിൽ മാത്രം വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ജനത്തിൻ്റെ നടുവിൽ വസിക്കാനായിട്ട് ഈ ജനത്തിൻ്റെ നടുവിൽ എനിക്ക് ഒരു കൂടാരമുണ്ടാക്കുക എന്ന് ദൈവം മോശയോട് പറഞ്ഞു. അങ്ങനെ ആ സമാഗമന കൂടാരമുണ്ടാക്കിയത്. ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിപ്പാൻ തക്കവിടമിടയായി തീർന്നു. പിന്നത്തേതിൽ ഹല്ലേലൂയ ശീലോവിലെ ആലയത്തിൽ ദൈവം വസിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ പിന്നത്തേതിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് വന്നപ്പോൾ ഹല്ലേലൂയ പെട്ടകം പിടിക്കപ്പെട്ടു പോയി. അത് ഹല്ലേലൂയ എവിടെയോ മറിഞ്ഞിരിക്കുന്ന അനുഭവമാണ്. എന്നാൽ അവിടെ ദൈവത്തിന്റെ ദാസനായ ദാവീദ് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ ആ യെരുശലേമിൽ ദൈവം വസിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് 132-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം പറയുകയാണ്, ഞാൻ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ എൻ്റെ വാസസ്ഥലമായിട്ട് ഇച്ഛിക്കുകയും ചെയ്തു, അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു, ഞാൻ അതിൽ ഇച്ഛിച്ചിരിക്കുകയാൽ ഞാൻ അതിനകത്ത് എന്ത് ചെയ്യും? വസിക്കും. സ്തോത്രം. വസിച്ചാലുള്ള ഗുണം എന്താ? അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്, അതിലെ ആഹാരം ഞാൻ എന്ത് ചെയ്യും? സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം വസിച്ചാൽ ഹല്ലേലൂയ അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീരും. അത് യെരുശലേമിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും, അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും, അതിലെ പുരോഹിതന്മാരെ രക്ഷ ധരിപ്പിക്കും, അതിലെ ഭക്തന്മാർ ഘോഷിച്ച് ഉല്ലസിക്കും, അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും. ഹല്ലേലൂയ. അവിടെ എൻ്റെ അഭിഷക്തന് ഒരു ദീപം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം വസിച്ചാൽ അതിൻ്റെ ഗുണം അതിൻ്റെ പുറകാലം ഉണ്ട്. പ്രിയമുള്ളവർ, കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. സ്തോത്രം. 1-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ന്റെ 27-ാമത്തെ വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഒന്ന്, ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിനാ നമ്മെ തെരഞ്ഞെടുത്തത്? ദൈവം വസിക്കാനാ തെരഞ്ഞെടുത്തത്. ഇവിടെ ഇതാ പറയുകയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആരിലിരിക്കുന്നു? നമ്മിലിരിക്കുന്നു. എന്തിനാ നമ്മെ തെരഞ്ഞെടുത്തത്? ക്രിസ്തു നമ്മിൽ വസിക്കാനായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമ്മൾ ആർക്കുള്ളവരാണ്? ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തു വസിക്കാനായി തെരഞ്ഞെടുത്തിരിക്കുക. മൂന്ന് സ്തോത്രം. 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന
ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും എന്ത് ചെയ്യുന്നുവല്ലോ. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വാസം ചെയ്യാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതവിടെ പറയും, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾ അതിനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആർക്കുള്ളവരല്ല, നമുക്കുള്ളവരല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിനും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുമുള്ളവരാണ്. അടുത്ത വാക്യം കൂടെ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന് പകൽ വേളയിൽ നമ്മിൽ വസിക്കുന്നത് പിതാവായ ദൈവം നമ്മിൽ വസിക്കുന്നു. പുത്രനായ കർത്താവ് എന്നിലും നിങ്ങളിലും വസിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ആരെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മൾ നമുക്കുള്ളവരല്ല. ഹല്ലേലൂയ. നമ്മൾ നമുക്കുള്ളവരായും പിശാചിന് അധീനപ്പെട്ടവരായി ജീവിച്ച ഒരു കാലമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങി, ഹല്ലേലൂയ, നമ്മെ തനിക്ക് അവകാശമുള്ളവരാക്കി തീർത്തു. അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് എന്നുള്ള തിരിച്ചറിവുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് പകൽ വേളയിൽ നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാകും. ഈ ശരീരം കൊണ്ട് നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തെയും നമ്മളിൽ വാസം ചെയ്യുന്ന പുത്രനായ കർത്താവിനെയും നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും മഹത്വപ്പെടുത്താനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് വരാമോ? അതിൻ്റെ 9-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ദയവായിട്ട്. 7-ാമത്തെ വാക്യം മാത്രം ആദ്യമായിട്ടൊന്ന് വായിക്കണമേ. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന്. നോക്ക്, അബ്രാമിനെ തിരഞ്ഞെടുത്ത് അതിനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. ഇവിടെ നെഹമ്യാവ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ പശ്ചാത്തലം എല്ലാം നമുക്കറിയാമല്ലോ. ഇസ്രായേൽ മക്കൾ, യഹൂദ ജനത ബാബിലോണിൽ പ്രവാസികളായി പോയ ഒരനുഭവം. യെരുശലേമിൻ്റെ മതിലുകളൊക്കെ തകരപ്പെട്ടു. പിന്നീട് ദൈവം നെഹമ്യാവിനെ ഉപയോഗിച്ച് ആ മതിലുകളൊക്കെ പണിയുന്ന ഒരനുഭവമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർ ആ പ്രവാസത്തിൽ പോയ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അബ്രാമിനെ ദൈവം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പോൾ അന്ന് അബ്രഹാമിനെ ഊരിൽ നിന്ന്, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ജനത എവിടെ അടിമകളായി കഴിയുകയാണ്? അതേ കൽദയ ദേശത്ത് ഈ ജനം അടിമകളായിട്ട് എന്ത് ചെയ്യുകയാണ്? കഴിയുകയാണ്. അപ്പോൾ ആ അനുഭവത്തെക്കുറിച്ചൊക്കെ ഓർപ്പിക്കാനായിട്ടാണ്, ദൈവത്തെ ഓർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ ഈ ഭാഗത്ത് ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അബ്രഹാമിനെ തെരഞ്ഞെടുത്തു, അവൻ്റെ പേര് മാറ്റി, അല്ലേ? അവനെ തെരഞ്ഞെടുത്ത് അവൻ്റെ പേര് മാറ്റി, അവന് അബ്രഹാം എന്ന് പേരിട്ടു. എന്തിനാ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്? അത് തെരഞ്ഞെടുത്ത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ്
തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത കാര്യത്തെ കുറിച്ച് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഒന്ന്, എന്തിനാ ദൈവം അവനെ തിരഞ്ഞെടുത്ത്? യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ. ഇന്ന് പകലിൽ പ്രിയമുള്ള ദൈവമക്കളെ, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് വെറുതെ അല്ല കൊണ്ടുവന്നത്. അവനെക്കുറിച്ച് തമ്പുരാൻ കൽപ്പിച്ചതെല്ലാം അവന് നിവർത്തിച്ചു കൊടുക്കാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേളയിൽ ദൈവമക്കളുടെ ഉറപ്പിനും ധൈര്യത്തിനുമായിട്ട് ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. എന്നെയും നിങ്ങളെയും ദൈവം ഹല്ലേലൂയ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നെങ്കിൽ ഒരു കാര്യം ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ഓർക്കണം. നമ്മെക്കുറിച്ച് ദൈവം അരുളപ്പാട് നൽകിയതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് ഉറപ്പും ബോധ്യമുള്ള എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അബ്രഹാം ഹല്ലേലൂയ ഒരു കാലത്ത് വിഗ്രഹങ്ങളെ സേവിച്ച് അതിനെ ഉണ്ടാക്കി അതിൻ്റെ വിൽപ്പനയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അങ്ങനെ അബ്രഹാമിൻ്റെ ആ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് ഉരിയാടാത്ത ഊമ വിഗ്രഹങ്ങളെ സേവിച്ച് ഊരിൽ പാർത്തുകൊണ്ടിരുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച് അവനെ തേജോമയനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടായി അവനെ കൊണ്ടുവന്നപ്പോൾ അവന് 1-2 ഒട്ടനവധി അരുളപ്പാടുകൾ അവന് നൽകിയ ദൈവം അവനെ വിളിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന അനുഭവത്തിൽ അവനോട് ദൈവം എന്തെല്ലാം അരുളി ചെയ്തോ അതെല്ലാം കാലാകാലങ്ങളിലായി അവൻ്റെ ജീവിതത്തിൽ നിറവേറ്റി കൊടുത്തവർ ദൈവമാണ്. അതിനകത്ത് അസാധ്യതകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അബ്രഹാം പോലെ അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ എന്ത് ചെയ്തു? സന്ദർശിച്ചു. വായിച്ചോ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ എന്ത് ചെയ്തു? സന്ദർശിച്ചു. അടുത്ത വാക്യത്തിൽ താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് എന്ത് ചെയ്തു? നിവർത്തിച്ചു കൊടുത്തു. അടുത്തത് അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവരോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് ഇന്ന് പകൽവേളയിൽ അരുളി ചെയ്തത് നിവർത്തിപ്പാനാ എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവം തെരഞ്ഞെടുത്തത്. സ്തോത്രം. അതിന്റെ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും, അതിന്റെ മുമ്പിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഇന്ന് പകൽവേളയിൽ അരുളി ചെയ്ത ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തത്. നിന്നെ തെരഞ്ഞെടുത്ത ദൈവമാണ് നിന്നോട് അരുളി ചെയ്തെങ്കിൽ ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് പറയാം, അരുളി ചെയ്തതൊക്കെയും നിറവേറ്റി തരാൻ കഴിയുന്ന, നിന്നോട് അരുളി ചെയ്തതൊക്കെയും നിറവേറ്റി തരാൻ കഴിയുന്ന ഒരു കരുത്തുള്ള ദൈവമാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽവേളയിൽ ഉറപ്പ് പ്രാപിക്കട്ടെ. വെറുതെ അല്ല പ്രിയമുള്ളവരെ നമ്മെ തെരഞ്ഞെടുത്തത്. ഈ ദൈവം നിന്റെ അകത്ത് വാസിക്കുന്നെങ്കിൽ, തൻ്റെ പുത്രനായ ക്രിസ്തു നിന്റെ അകത്ത് വാസിക്കുന്നെങ്കിൽ, തൻ്റെ ആത്മാവ് നിന്റെ അകത്ത് വാസിക്കുന്നെങ്കിൽ, കഴിവില്ലാത്ത ഒരുവനല്ല നിന്റെ അകത്ത് വാസിക്കുന്നത്, ബലഹീനനായ ഒരുവനല്ല നിന്റെ അകത്ത് വാസിക്കുന്നത്, കഴിവുള്ള ഒരുവൻ, ബലവാനായ ഒരുവൻ, ശക്തനായ ഒരുവനാണ് നിന്റെ അകത്ത് വാസിക്കുന്നത്. നിന്റെ അസാധ്യതകൾ അവിടെ എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. അകത്ത് വാസിക്കുന്നവൻ ശക്തനത്രേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് വസിക്കുന്നവൻ ശക്തനാണെന്നുള്ള ആ ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കളെ ഇന്ന് പകൽ വേളയിൽ നിന്റെ അസാധ്യതകളൊക്കെ ഹല്ലേലൂയ മാറ്റി വെച്ചിട്ട് ദൈവത്തോട് പറ, എന്നെ തിരഞ്ഞെടുത്ത കർത്താവ് എൻ്റെ അകത്ത് വസിക്കുന്നെങ്കിൽ അവന് സകലത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിന് വ്യക്തമായ ഉദാഹരണമാണ് അബ്രഹാമിന് ദൈവം ആ വിധത്തിൽ തിരഞ്ഞെടുത്ത് തന്നോട് അരുളി ചെയ്ത് നിവർത്തിച്ചു കൊടുത്തെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വസിക്ക്, എന്നോടും എൻ്റെ കർത്താവ് അരുളി ചെയ്തത് നിവർത്തിപ്പാൻ അവൻ ശക്തിയുള്ളവനാണ്. അതിനു മുമ്പിൽ നീ അസാധ്യതകൾ കാണരുത്. അസാധ്യതകളൊക്കെ ഉണ്ടാകാം, തടസ്സങ്ങളുണ്ടാകാം, പ്രതിബന്ധങ്ങളുണ്ടാകാം. ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാകാം. ഇത് സംഭവിക്കാനുള്ള വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ ശക്തനായവനാ നിന്നെ തിരഞ്ഞെടുത്തത്, അവനാ നിൻ്റെ അകത്തിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എത്ര ഹല്ലേലൂയ. ഈ ശക്തി വന്ന പണ്ട് ശിംശോൻ്റെ മേൽ വന്നപ്പോൾ എത്ര വലിയ ശക്തിയായിരുന്നു അത്. അതിനേക്കാൾ വലിയ ശക്തിയാണ് പ്രിയമുള്ളവരെ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ അകത്ത് തമ്പുരാൻ തന്നിരിക്കുന്നത്. നിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിന്നിൽ അത് ചെയ്തെടുക്കാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ട് മറിയോട് പറഞ്ഞത്, ഇത് എന്നിങ്ങനെ നടക്കുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന അസാധ്യ മേഖലകളിൽ ആത്മശക്തി, ആ ശക്തി നമ്മുടെ അകത്തുണ്ട് എന്നുള്ള ഉറപ്പ് ഇന്ന് പകൽ വേളയിൽ ദൈവമക്കളുണ്ട്. 2 പറയുകയാണ്, 19:18 അബ്രഹാമിനോട് കൽപ്പിച്ചതൊക്കെയും അരുളി ചെയ്തതൊക്കെയും നിവർത്തിച്ചു കൊടുക്കുവാൻ അവനെ തിരഞ്ഞെടുത്തു. 2 പറയുകയാണ്, അവനും അവൻ്റെ മക്കളും നീതിയും ന്യായവും പ്രവർത്തിക്കാൻ. എന്തിനാ തിരഞ്ഞെടുത്തത്? വഷളത്വവും അനീതിയും ന്യായമില്ലാത്തതുമായ ലോകത്തിൽ അബ്രഹാമും അവൻ്റെ സന്തതികളും ജീവിക്കുമ്പോൾ അവരെങ്ങനെ ജീവിക്കാനാ? അവരെങ്ങനെ അനീതിയുള്ള ലോകത്തിൽ നീതിയും ന്യായവും പ്രവർത്തിച്ച് ജീവിക്കാൻ. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത് ഈ ലോകം മുഴുവൻ അനീതിയുള്ള ലോകമാണ്. സ്തോത്രം. ന്യായമില്ലാത്തത് പ്രവർത്തിക്കുന്ന ലോകമാണ്. അതിൻ്റെ നടുവിൽ നീതിയോട് ന്യായത്തോടെ നടക്കാനാ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത്. അബ്രഹാമിനോട് അരുളി ചെയ്തത് നിവർത്തിച്ചു കൊടുക്കാൻ മാത്രമല്ല, ഈ ലോകത്ത് അനീതിയുള്ള ഈ ലോകത്ത്, ന്യായമില്ലാത്തത് പ്രവർത്തിക്കുന്ന ഈ ലോകത്തിൽ ഒരു ദൈവ തെരഞ്ഞെടുപ്പുള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ എങ്ങനെ നീതിയോടെ ജീവിക്കണമെന്നും എങ്ങനെ ന്യായത്തോടെ പെരുമാറണമെന്നും ഹല്ലേലൂയ ജനത്തെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. 3 പറയാണ്, യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കണം. അല്ലേ? ആ വാക്യത്തിൽ തന്നെയുണ്ട്. യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടുന്നതിനും എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. സ്തോത്രം. ഇനിയും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നേ. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്കൊന്ന് വരാമോ? 9-10 വാക്യം. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത കാര്യം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ട് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളെ കുറിച്ച് പറയുകയാണ്. മിസ്രയീമിൽ പിതാക്കന്മാരുടെ പീഡയെ നീ കാണുകയും. ഓക്കെ. മിസ്രയീമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികെ വെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അവർ അവരോട് നോക്കെ, ഇവിടെ പ്രസ്താവിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ ഒരു കാലത്ത് മിസ്രയീമിൽ പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായി. ആ മിസ്രയീമിൽ അവർ പോയപ്പോൾ അവരോട് അവിടെയുള്ള ആളുകൾ ചെയ്ത കാര്യത്തെക്കുറിച്ച്, മിസ്രയീമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡയെ നീ എന്ത് ചെയ്തു? കാണുകയും ചെങ്കടലിന്റെ അരികിൽ വെച്ച് അവരുടെ നിലവിളി കേൾക്കുകയും. പകൽവേള തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ സന്തതിയുടെ നിലവിളി ആര് കേൾക്കും? ദൈവം കേൾക്കും. അവരുടെ പീഡകൾ ദൈവം മനസ്സിലാക്കും.
സ്തോത്രം. നിന്നെ മാത്രമല്ല എൻ്റെ ദൈവം തിരഞ്ഞെടുത്തു, നിന്റെ സന്തതിയെയും ദൈവം തിരഞ്ഞെടുത്തു. ആ ഒരു വാഗ്ദത്തമാ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ പറയാണ്, ഫറവോനിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തുള്ള സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ട് പറയും, അവർ അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരിക്കുന്നു. നെഹമ്യാവ് ഇവിടെ പറയുക, ഒത്തിരി തലമുറകൾ കഴിഞ്ഞതിന് ശേഷം നെഹമ്യാവ് ഇവിടെ പ്രസ്താവിക്കുകയാണ്, ഹല്ലേലൂയ, തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ തലമുറയോട് ആര് ഡംഭം കാണിച്ചാലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽവേള നീ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കീഴിലുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ തലമുറയോട് ആരെങ്കിലും ഡംഭം കാണിച്ചാൽ അത് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അവരോട് ഡംഭം കാണിച്ചു. ഡംഭം പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഹന്ന പറയുന്നത്, ഡംഭിച്ച് ഇനി എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്, അല്ലേ? അവളോട് ഡംഭിച്ച് സംസാരിച്ച ഒരു പെനീനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലർ ഡംഭിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഇവിടെ പറയാ ഡംഭം കാണിക്കുന്ന ആളുകളുണ്ട്. ആരാ ഡംഭം കാണിച്ചത്? മിസ്രയീം തൻ്റെ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളോട് എന്ത് കാണിച്ചു? ഡംഭം കാണിച്ചു. ആ ഡംഭം കാണിച്ചത് തെരഞ്ഞെടുത്ത ദൈവം എന്ത് ചെയ്തു? അറിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനും വേണ്ടി ഓർപ്പിക്കാം, ഹല്ലേലൂയ, ആരെല്ലാം ഡംഭം കാണിച്ചാലും നീ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലെങ്കിൽ അത് ഡംഭം കാണിക്കുന്നതും നിന്നോട് ഡംഭം പറയുന്നതും ഡംഭം കാണിക്കുന്നതും എല്ലാം അറിഞ്ഞ് ഉത്തരം തരേണ്ടുന്ന വിധത്തിൽ ഉത്തരം തരുന്ന, വിടുവിക്കേണ്ടുന്ന അനുഭവത്തിൽ വിടുവിക്കുന്ന ഒരു ശക്തിയുള്ള ദൈവമാണ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തത് എന്നുള്ള വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, അങ്ങനെ ഡംഭം കാണിക്കുമ്പോൾ ഇനിയും ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം, ഈ കണ്ണികളൊന്നും വിട്ടുപോകരുത് കേട്ടോ, ഞാനിങ്ങനെ അടുക്കടുക്കായിട്ടാണ് പറഞ്ഞു പോകുന്നത്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, 4:20. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത്. നിങ്ങളെയോ, ഇന്നുള്ളതുപോലെ കൊച്ചുമക്കളെ കുറിച്ച് പറയുകയാണ്. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശമായ അവകാശ ജനമായിരിക്കേണ്ടുന്നതിന് യഹോവ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ദൈവം ഇവിടെ പറയുകയാണ്, ഡംഭം അനുഭവിച്ച, ഡംഭം ആരാ കാണിച്ച? മിസ്രയീമ്യരാ ഡംഭം കാണിച്ചത്. ഡംഭം കാണിച്ചവരുടെ നടുവിൽ നിന്ന് തമ്പുരാൻ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെ എന്ത് ചെയ്യുകയാണ്? തനിക്ക് അവകാശ ജനം ആയിരിക്കേണ്ടുന്നതിന് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് എന്ത് ചെയ്തു? ഇരുമ്പുല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇരുമ്പ് നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങിപ്പോയ അനുഭവം. ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങിപ്പോയ വലിയ ആനയൊക്കെ തളയ്ക്കാൻ ഇരുമ്പ് ചങ്ങലയാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ആ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങിപ്പോയ ജനം എന്ന് പറഞ്ഞാൽ അവരെ അക്ഷരികമായ നിലയിൽ ചങ്ങലകളൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെയും വിടുതൽ ആഗ്രഹിച്ചിട്ടും വിടുതൽ കിട്ടാതെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അനുഭവം പോലെ കിടക്കുന്ന ആ ജനത്തോട് അവർ ഡംഭം കാണിച്ചപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് തെരഞ്ഞെടുത്ത ഇരുമ്പൂലയിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ളവരെ, ശത്രു നമ്മെ എവിടെയൊക്കെ ഒതുക്കിയിടാൻ നോക്കിയാലും അവിടെ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്ന ഒരു ശക്തിയുള്ള ദൈവമാണ് നമ്മെ തെരഞ്ഞെടുത്തത് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. 7-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഇവിടെ പറയാ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കെ, ഇവിടെ പറയാ, എന്തിനാ ദൈവം തെരഞ്ഞെടുത്തത്? വിശുദ്ധ ജനവും
സ്വന്തം ജനവുമായിരിക്കും. ഭൂതലത്തിലുള്ള എല്ലാവരിലും വെച്ച് വിശുദ്ധമായ ഒരു ജനമായിട്ട്, സ്വന്തമായ ഒരു ജനം. അതുകൊണ്ട് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടുന്നതിന് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? പഴയ നിയമ ഇസ്രായേലിനെ വിശുദ്ധ ജനവും സ്വന്തം ജനവുമായി തീരേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തു എങ്കിൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ പദവിയാണ് പുതിയ നിയമ ഇസ്രായേലായി നമുക്ക് തന്നിരിക്കുന്നത്. നമ്മെ എന്തിനാ വെറുതെ നടക്കാനല്ല നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായിരിക്കണം. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ലോകത്തിൻ്റെ അശുദ്ധിയെ നടക്കാനുള്ളവരല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായിരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് എൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വേളയിൽ നമ്മൾ സാധാരണക്കാരല്ല, ദൈവത്തിന്റെ വിശുദ്ധ ജനമായിരിക്കാൻ. അതുകൊണ്ട് എല്ലാ നടപ്പിലും ഞാൻ നിങ്ങളും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കീഴിലുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ വിശുദ്ധിയോടെ ജീവിച്ച്, ഹല്ലേലൂയ, വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കാൻ കടപ്പെട്ടവരാണ്. വിശുദ്ധ ജനം സ്വന്തം ജനമാക്കി തീർത്തു. അവിടെ ആ പത്രോസിന്റെ ലേഖനത്തിൽ അത് പറയുന്നത് അല്ലേ. ഇവിടെ പഴയ നിയമ ഇസ്രായേലിനെ ദൈവത്തിന് വിശുദ്ധവും ദൈവത്തെ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശുദ്ധ ജനവും സ്വന്തം ജനവുമായിരിക്കാൻ തിരഞ്ഞെടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ പറയുകയാണ്, അന്ധകാരത്ത് നമ്മെ വിളിച്ചത് എന്തിനാ പ്രിയമുള്ളവരെ? രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തത് എന്തിനാ? ദൈവത്തിൻ്റെ വിശുദ്ധ ജനവും സ്വന്തം ജനവുമായിരിക്കുക. എന്നിട്ട് പറയാം, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനമാക്കി നമ്മെ തീർത്ത അവിടെ ആ തെരഞ്ഞെടുപ്പ് ലഭിച്ച എല്ലാ ദൈവത്തിൻ്റെ മക്കളും എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണമെന്നാ പറയുന്നത്? വിശുദ്ധിയോടെ ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കാനായിട്ട് നമ്മെ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ, ഇന്ന് വായിച്ച സങ്കീർത്തനം എല്ലാവർക്കും അറിയാമല്ലോ, എത്രയാണ്? 65 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകൽ വേളയിൽ എന്തിനാ നമ്മെ തെരഞ്ഞെടുത്ത് നമ്മെ അടുപ്പിക്കുക? എവിടേക്ക്? ദൈവത്തിന്റെ വിശുദ്ധ കൂടാരത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയാ. സ്തോത്രം. നമ്മെ ആ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടുന്നതിന് നമ്മെ തെരഞ്ഞെടുത്ത് എന്ത് ചെയ്യുകയാണ്? അടുപ്പിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വളർത്തുമൃഗത്തെ വല്ലതും മേടിച്ചാൽ അത് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്താ? അത് നമ്മളോട് എന്ത് ചെയ്യും? അടുപ്പിക്കും, ഇണക്കും, അല്ലേ? ബസ് ഉണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഒരു നായ്ക്കുട്ടിയെ മേടിച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അതിനെ എത്രത്തോളം നമ്മളോട്, അത് എത്ര ഘോര സ്വഭാവമുള്ളതാണെങ്കിലും നമ്മൾ ഗ്രാജ്വലി നമ്മളോട് എന്ത് ചെയ്യുക? ഇണക്കാൻ നോക്കുക, നമ്മളോട് എന്ത് ചെയ്യും? അടുപ്പിക്കാൻ നോക്കും, നമ്മളോട് അടുപ്പിക്കുകയാണ്, അല്ലേ? സ്തോത്രം. പിന്നീട് മറ്റുള്ളവരെ, നാട്ടുകാരെ കണ്ടാൽ ഉപദ്രവിക്കുന്നതാണെങ്കിലും സ്തോത്രം, വീട്ടുകാരോട് അടുപ്പിക്കുന്ന പോലെ നമ്മെ ദൈവത്തോട് എന്ത് ചെയ്യുകയാണ്? അവൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയാ, ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് എന്ത് ചെയ്യും? തൃപ്തരാകും. സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അവിടെ ആ വാക്യത്തിൽ ഒരു 2 ഭാഗമുണ്ട്. ഒന്ന്, നമ്മെ തെരഞ്ഞെടുത്ത് നമ്മെ അടുപ്പിക്കുന്നു. 2, തെരഞ്ഞെടുത്ത് അടുപ്പിച്ചാൽ നമ്മെ ആലയത്തിലെ നന്മ കൊണ്ട് തമ്പുരാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് കൺസേൺ ഉണ്ടെന്ന്. ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച
യൂട്യൂബിലൊക്കെ പോകുന്ന എങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ആ ദൈവത്തിൻ്റെ കൺസേണിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയും. ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച തമിഴ്നാട്ടിൽ സ്ഥലം ഒക്കെ എഴുതാൻ വേണ്ടി പോയി. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഞാനും മാത്തുക്കുടിച്ചാനും സഹിച്ചാനും നമ്മുടെ പച്ചംകുളത്ത് അനിയച്ചാനും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നപ്പം മാത്തുക്കുടിച്ചാൻ ഈ മൊബൈലെടുത്ത് വീട്ടിലെ ക്യാമറ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് വെച്ചാൽ, അപ്പം നമ്മുടെ ഗേറ്റൊക്കെ തുറന്നു കിടക്കുകയാണ്. പിന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലെ പട്ടി അത് സുഖമായിട്ടിരിക്കുന്നോ എന്ന് നോക്കാനാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൂരെയാണെങ്കിലും, ഇത്ര കിലോമീറ്റർ ദൂരെയാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന ആ ഒരു നായ്ക്കുട്ടിയെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത്, അതിനെക്കാട്ടിൽ എനിക്ക് കുറച്ചുകൂടെ ഇത് വന്നത് തിരിച്ചു വന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചൊരു ഫോൺ കോൾ എന്ന് അത്യാവശ്യമായിട്ട് വേറെ ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകുന്ന, ഞാൻ മാത്തുടിച്ചാൻ്റെ അടുത്ത് വെച്ചാൽ നമുക്ക് അവിടെ കൂടെ അങ്ങ് പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഞാനിവിടെ ഇറങ്ങി എൻ്റെ നായ്ക്കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടേ വരുന്നുള്ളൂ. അവിടെ ഇറങ്ങി പിന്നെ ഒരു 10-15 മിനിറ്റ് അച്ഛൻ അതിനെ ഒന്ന് കൺസേൺ അതിന് വേണ്ടുന്നത് കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങളുടെ കൂടെ വണ്ടി കയറിയ അടുത്ത സ്ഥലത്തോട്ട് വന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് അത്രയും കൺസേൺ ഉണ്ടെങ്കിൽ, ഞാൻ വേറെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്, അതിനെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തെക്കുറിച്ച് നമുക്ക് ദൂരെ ആയിരുന്നാലും അത്രയും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, അതിന് ഒരാഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് പകൽവേളയിൽ ഓർത്തോണം, എൻ്റെ ദൈവം നിങ്ങളെ എല്ലാ സമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ക്യാമറ കണ്ണുകൾ പോലെയല്ല, ഇതൊന്നും ഇല്ലാത്ത കാലത്തോ തമ്പുരാൻ നമ്മെ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്ത് എപ്പോൾ വേണമെന്നുള്ളത് എൻ്റെ ദൈവം അറിയുന്നു. ആ വിധത്തിൽ കൺസേൺ നമ്മെക്കുറിച്ച്, ഒരു മനുഷ്യന് അവരുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തെക്കുറിച്ച് ആ വിധത്തിൽ കൺസേൺ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വർഗസ്ഥനായ ദൈവത്തിന് നമ്മെക്കുറിച്ച് എത്ര വലിയ ചിന്തയുണ്ട് എന്ന് പകൽവേളയിൽ ദൈവത്തിന് മക്കളാകുന്ന ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ ദൈവമക്കളെ നമ്മൾ ഭാരപ്പെടുന്നത്? എന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത്? നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നമ്മെക്കുറിച്ച് കൺസേൺ ഉണ്ട്. അവൻ്റെ ആലയത്തിൽ പാർക്കാനായിട്ട് അവൻ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന ജനത്തിന് തൻ്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെങ്കിൽ, ഇന്ന് പകൽവേളയിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് തൻ്റെ ആലയത്തിൽ നമ്മെ ആക്കിയെങ്കിൽ അവൻ അറിയാം എന്തുകൊണ്ട് നിന്നെ തൃപ്തി വരുത്തണമെന്നുള്ളത്. അത് തന്ന തൃപ്തിപ്പെടുത്താൻ, നിന്റെ രോഗസൗഖ്യം തരാൻ അവൻ മതിയായ ദൈവമാണ്. നിന്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ കഴിവുള്ള ദൈവമാണ്. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ ശക്തനായ ദൈവമാണ്. നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ സഹായിപ്പാൻ അവൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഓ ഹല്ലേലൂയ. ആ വിധത്തിൽ കൺസേൺ ഉള്ള ഒരു ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ആ വിധത്തിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആ സംഖ്യാപുസ്തകം 16-5 വാക്യത്തിൽ പറയുന്നത്, യഹോവ തിരഞ്ഞെടുത്തവരെ തന്നോട് എന്ത് ചെയ്യും? അടുപ്പിക്കും. സംഖ്യാപുസ്തകം 16-15 വാക്യത്തിൽ യഹോവ തിരഞ്ഞെടുത്തവരെ തന്നോട് എന്ത് ചെയ്യും? 16-15 അപ്പോൾ മോശ 16-5 താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് 16-5 അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോട് അടുക്കുവാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. തിരഞ്ഞെടുക്കുന്നവരെ തന്നോട് സ്തോത്രം. ഈ സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്, അല്ലേ? ദൈവം തിരഞ്ഞെടുത്തത് ആരാണ് എന്നുള്ള ഒരു വലിയ പ്രശ്നം അവിടെ ഉദിക്കുക. അങ്ങനെ ആ വലിയ പ്രശ്നം അവിടെ ഉദിച്ച സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തത് ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്താം, അല്ലേ? ദൈവം തിരഞ്ഞെടുത്തത് ആരാണെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടുന്ന സമയമാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തും. അതാരെല്ലാം നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, എത്ര ഉന്നതർ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ,
ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരാരാണെന്ന് വെളിപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാ. അതുകൊണ്ട് അഹരോന്യ ആ പൗരോഹിത്യത്തിനെതിരെ കോരഗ്, ദാദാൻ, അബീരാം ആദിയായവരൊക്കെ മത്സരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മത്സരം അവസാനിക്കാതിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, എല്ലാ ഗോത്രത്തിൽ നിന്നും ഗോത്രത്തിൻ്റെ പേരെഴുതിയ ഓരോ വടി കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ലേവ്യ ഗോത്രത്തിൻ്റെ വടി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എഴുതേണ്ടുന്ന പേര് അഹരോൻ്റെ പേരാണ്. ബാക്കിയുള്ള എല്ലാ ഗോത്രത്തിൻ്റെ പേരെഴുതുമ്പോൾ ഹല്ലേലൂയ ലേവ്യ ഗോത്രത്തിൽ ദൈവം തിരഞ്ഞെടുത്ത അഹരോൻ്റെ പേര് അതിനകത്ത് എഴുതി വടികളെല്ലാം കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെച്ചു. സ്തോത്രം. വടികളെല്ലാം ഒരേപോലെ ഇരിക്കുന്നത്, ഒരേ സ്ഥലത്താണ് കൊണ്ടുവന്ന് വെച്ചത്. ഹല്ലേലൂയ. ഒരേ നിലവാരമുള്ള വടികളാണ്. പക്ഷേ ഇന്ന് പകൽ വേളയിൽ ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവം തെരഞ്ഞെടുത്തവനെ തമ്പുരാൻ വെളിപ്പെടുത്താൻ സമയമാകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം അതിന്മേൽ വരികയാ, ദൈവത്തിൻ്റെ ശക്തി അതിന്മേൽ വരികയാ, ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടുകയാ, ദൈവത്തിൻ്റെ ഇടപെടൽ അതിന്മേൽ, തിരഞ്ഞെടുത്തവൻ്റെ വടിമേൽ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുകയാ. എന്ന പകൽ വേളയിൽ നിന്റെ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, തെരഞ്ഞെടുത്തവൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം വരും. അസാധ്യ മേഖലകളായിരിക്കാം, അസാധ്യമായ കാര്യമായിരിക്കാം, ഹല്ലേലൂയ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ വേളയിൽ ദൈവമക്കളോട് ഞാൻ പറയാ, ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വിഷയത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം വരികയാ, ദൈവത്തിൻ്റെ ശക്തി അതിനകത്ത് വെളിപ്പെടുകയാ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ഒരുവന്റെ വടി തളിർക്കുകയാ, അത് പൂക്കുകയാ, അത് ഫലം കായ്ക്കുകയാ. ഇന്ന് പകൽ വേളയെ തെരഞ്ഞെടുത്തവന്റെ വിഷയത്തോളം ബന്ധത്തിൽ ക്ഷണത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ, നീ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെങ്കിൽ നീ ഭാരപ്പെടണ്ട. എൻ്റെ ദൈവത്തിൻ്റെ കരം നിന്റെ വിഷയത്തിന്മേൽ വരുമെന്ന്, എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തി നിന്റെ വിഷയത്തിന്മേൽ വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വേള നീ ധൈര്യമായി നിൽക്ക, നീ ബലത്തോടെ നിൽക്ക. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി. Oh Jesus, praise to the Lord, hallelujah, hallelujah. അപ്പോൾ തെരഞ്ഞെടുത്ത വിഷയത്തോടുള്ള, തെരഞ്ഞെടുത്തവൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരം അതിന്മേൽ വെളിപ്പെടും. വേറെ വടികൾക്കൊന്നും ചലനം ഉണ്ടായില്ല പ്രിയമുള്ളവരെ. തെരഞ്ഞെടുത്തവൻ്റെ വടിക്ക് ചലനം ഉണ്ടായെങ്കിൽ, അത് പൊട്ടി മുളയ്ക്കാൻ തുടങ്ങിയെങ്കിൽ, അത് ഫലം കായ്ക്കാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് പകൽ വേളയിൽ നിന്റെ വിഷയത്തിന്മേൽ കർത്താവ് ചലനം അയക്കും. ഹല്ലേലൂയ. നിന്റെ കാര്യങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ വേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ ഇവിടെ വന്നിരിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട അല്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ വിഷയത്തിലോ നിനക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം മാറി നിൽക്കുന്ന ദൈവമല്ല, നോക്കി നിൽക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽ വേളയിൽ അകന്ന് മാറിപ്പോകുന്ന ദൈവമല്ല. അവിടെയാ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം നിനക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് പകൽ വേളയിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അടുത്തത് 8ാമത്തെ കാര്യം. നിങ്ങൾ സംഖ്യ ഒന്നും എണ്ണിയില്ലെങ്കിലും 8ാമത്തെ കാര്യം ഞാൻ പറയുന്നത്. സ്തോത്രം. യോഹന്നാൻ 15:16 വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളെ എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന്. എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്. എന്തിനാ തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടുന്നതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ആക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഗിരിപ്രഭാഷണം നമ്മൾ ചില ദിവസങ്ങളിൽ ചിന്തിച്ചല്ലോ. ഈ ഗിരിപ്രഭാഷണം കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.
അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ 7-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷം 7:13 മുതലുള്ള ഞാൻ പറഞ്ഞോളാം. 2 വാതിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഇടുക്ക് വാതിൽ, മറ്റൊന്ന് വിശാലമായ വാതിൽ. 2 വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല വൃക്ഷവും ആകാത്ത വൃക്ഷവും. 2 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല ഫലവും ആകാത്ത ഫലവും. 2 പണികളെക്കുറിച്ച് പറയുന്നുണ്ട്. വചനം കേട്ട് പണിയുന്ന പണിയും വചനം കേൾക്കാതെ പണിയുന്ന പണിയും. അത് ഓരോന്നും വിശദീകരിച്ച് പറയേണ്ടുന്നതാണ്. എങ്കിലും അത് ഞാൻ പിന്നത്തേതിൽ ഒരിക്കലും അത് ഓരോന്നും എടുത്ത് പറയണ്ട. എന്നാൽ ഇവിടെ 2 ഫലങ്ങൾ. ഒന്ന് നല്ല ഫലം, മറ്റൊന്ന് ആകാത്ത ഫലം. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് ആകാത്ത ഫലം കായ്ക്കാനല്ല തിരഞ്ഞെടുത്തത്, നല്ല ഫലം കായ്ക്കാനാണ് എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഈ PD ജോൺസൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ, അസംബ്ലീസ് ഓഫ് ഗോഡിലെ സൂപ്രണ്ട് ആയിരുന്ന PD ജോൺസൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. ഞാൻ ചെറുപ്പത്തിൽ, അദ്ദേഹം മരിച്ചു പോയിട്ട് തന്നെ ഒത്തിരി വർഷങ്ങളായി അല്ലേ, ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടത് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. അദ്ദേഹം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളാണ് പ്രസംഗിച്ചത്. ആ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ നിന്ന് അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? സംഭവം. അപ്പോൾ ദൈവം വെറുതെ അങ്ങ് പറയുകയല്ല, ഭൂമിയിൽ നിന്ന് വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ എന്ത് ചെയ്യണം? മുളച്ച് വരണം എന്ന് പറഞ്ഞാൽ നാളെ അതേപോലെ ഉള്ള ഒന്നിനെ കൂടെ ഉൽപ്പാദിപ്പിക്കത്തക്ക നിലയിൽ അതിനകത്ത് എന്ത് വേണം? വിത്ത് വേണം എന്ന് പറഞ്ഞാൽ ഫലം നല്ലതായിരിക്കണമെന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. തെങ്ങിൽ തേങ്ങ ഉണ്ടാകും. എല്ലാ തേങ്ങയും നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഈ പണ്ട് ഞങ്ങളുടെ വല്യമ്മച്ചൊക്കെ ഉണ്ടായിരുന്ന വല്യപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരി തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങ വെട്ടുകാരൻ വരുമ്പോഴും ഞങ്ങളും പുറകെ പോകും, കരിക്ക് കുടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ പേട്ട് തേങ്ങ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പേട്ട് തേങ്ങ. അപ്പോൾ ഇത് പൊട്ടിച്ച് തിന്നാൻ നല്ല രസമാണ്. അതിനകത്ത് വെള്ളമൊന്നും കാണത്തില്ല. കുറച്ച് ചിരട്ടയ്ക്കകത്ത് കുറച്ച് എവിടെയെങ്കിലും അല്പം എന്ത് ചെയ്യും? തേങ്ങ കാണും. അന്നത്തെ ചെറുപ്പത്തിൽ ഉള്ള ഇതാണ്. അപ്പോൾ അത് തിന്നാനായിട്ട് ഇങ്ങനെ കരിക്ക് കുടിക്കാനായിട്ട് ഇവരുടെ പുറകെ അവധിയൊക്കെ ഉള്ള സമയത്ത്, തേങ്ങ വെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? പോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അതും തേങ്ങയാണ്. പുറമേ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അകത്ത് അത് കൊണ്ടുപോയി കുഴിച്ചു വെച്ചാൽ ഒരു പുതിയതെന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് ആകാത്ത ഫലം കായ്ക്കാനല്ല, നല്ല ഫലം കായ്ക്കാൻ തിരഞ്ഞെടുത്തവരാണ്. പേട് ദൈവത്തിന് വേണ്ടാന്നേ. ഇത് അവസാനം കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ കുലുക്കി നോക്കിയിട്ട് ഈ പേടെല്ലാം കൂടെ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? കൂട്ടും. നല്ലതെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉണ്ടായി. ഇപ്പം ആ സംഭവമൊന്നും ഇല്ല അല്ലേ? സ്തോത്രം. അപ്പം ഇതല്ല, പേടെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂട്ടും. പിന്നെ നമ്മൾ പിള്ളേരെല്ലാം കൂടെ ഇത് വെട്ടിപ്പൊട്ടിച്ച് ഇതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ, അറ്റത്ത് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വെട്ടിപ്പൊട്ടിക്കും. ഇതായിരുന്നു നമ്മുടെ സ്വഭാവം. അപ്പോൾ ഇത് ഈ പേട് കൊണ്ടുപോയി കുഴിച്ചു വെച്ചാൽ എന്താ അടുത്ത ഒരു വൃക്ഷം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പേടായിരിക്കാനല്ല, നല്ല ഫലമായിരിക്കാൻ, നല്ല ഫലമായിരിക്കും.
എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ തോട്ടത്തിൻ്റെ വേലിയൊക്കെ തമ്പുരാൻ പൊളിച്ചു കളഞ്ഞത്? നല്ല മുന്തിരിവള്ളിയൊക്കെ കൊണ്ടുപോയി നട്ടത്, പക്ഷേ കായ്ച്ചപ്പോൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ഇന്ന് പകൽ വേളയിൽ നമ്മെ തെരഞ്ഞെടുത്തത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കാനല്ല, ആകാത്ത ഫലം കായ്ക്കാനല്ല, നല്ല ഫലം കായ്ക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാകിയാൽ ദൈവത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. നല്ല ഫലം തന്നെ കായ്ക്കാൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവസാനമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അനന്യാസിനോട് പറയുന്ന ഭാഗം, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാകും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അതിനെക്കുറിച്ച് അത് പൗലോസിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം. പ്രിയമുള്ളവരെ, ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ആർക്കാ നമ്മെ കുറ്റം വിധിക്കാൻ പറ്റുന്നത്? ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും ഇന്ന് പകൽ വേള നീ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്തുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലെങ്കിൽ നിന്നെ കുറ്റം വിധിക്കാൻ ആരെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തെളിവ് സക്കറിയ പ്രവചനം 3-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സക്കറിയ പ്രവചനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യം, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും എന്ത് ചെയ്തു? കാണിച്ചു തന്നു. ആർക്കെതിരെ? മഹാപുരോഹിതനായ യോശുവായേക്ക് എതിരെ. ഹല്ലേലൂയ. കുറ്റം ചുമത്താൻ ആര് നിൽക്കുകയാണ്? വലതുഭാഗത്ത് സാത്താൻ വലതുഭാഗത്ത് നിൽക്കുകയാണ്. എന്നാൽ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ സാത്താനോട് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തവൻ യോശുവായെ, നിന്നെ തെരഞ്ഞെടുത്ത സാത്താൻ നിന്നെ കുറ്റം ചുമത്താൻ നിന്റെ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ന് പകലിൽ ഉയരത്തിൽ നിൽക്കുന്ന ഒരുവൻ ഉണ്ട്. അതാരാ? നിന്നെ തെരഞ്ഞെടുത്ത യഹോവയായ കർത്താവ്. യഹോവ സാത്താനോട് പറയുകയാണ്, എന്താ? സാത്താനേ, യഹോവ നിന്നെ എന്ത് ചെയ്യുന്നു? ഭത്സിക്കുന്നു. എന്നിട്ട് പറയാ, യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. അവൻ ഇവൻ എങ്ങനെയുള്ളവനാ? വെറുതെ ഉള്ളവനല്ല, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയ. എന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ദൈവമാണ് നിന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത ഒരു കൊള്ളിയായി അവൻ നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ എന്ന് പകൽ വേളയിൽ നിന്റെ വിഷയത്തിൽ ആര് നിന്നെ കുറ്റം ചുമത്താൻ നിന്നാലും എന്ന് പകൽ വേള ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സാത്താന്യ ശക്തികൾ മുഴുവൻ നിന്നെ കുറ്റം ചുമത്താൻ നിന്റെ വലതു ഭാഗത്ത് നിന്നാലും ഇന്ന് പകൽ വേളയിൽ തെരഞ്ഞെടുത്ത ദൈവം, എന്റെ ദൈവം ഒരു വാക്ക് പോലും പറയാൻ അനുവദിക്കാതെ ഇടപെടുന്ന ഒരു ദൈവമാണ്. നീ സാധാരണക്കാരനല്ല, നീ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൊള്ളിയാ. എവിടുന്ന്? തീയിൽ നിന്ന്. തീ അവിടെ ആ തീ എന്നൊക്കെ പറയുമ്പോൾ ബാബിലോൺ പ്രവാസത്തിന്റെ കഠിനമായ തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ പോയ അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവം അവനെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് വെറുതെയല്ല. തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് യെരൂശലേമിന്റെ ദൈവാലയം പണിയാനായിട്ട്. ഹല്ലേലൂയ. സെരുബ്ബാബേലിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ കൊള്ളിയായിരുന്നു. അതുകൊണ്ട് അവനെ കുറ്റം വിധിച്ച് ഒരു പരുവമാക്കി അവനെ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റാൻ ശത്രു മുഴുബലത്തോടെ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ദൈവം ഇടപെട്ടെങ്കിൽ ഇന്ന് പകൽവേളയിൽ നീ ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലെങ്കിൽ
ഈ ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, തിരഞ്ഞെടുത്ത ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ, എനിക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പുകാരനുണ്ട്. തിരഞ്ഞെടുത്തവൻ എന്നെക്കുറിച്ച് കൺസേൺ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, അവസാനമായിട്ട് വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിപ്പിൻ. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണം. നമ്മൾ ലോകത്തിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, ശക്തനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മിൽ അവൻ വസിക്കുന്നുണ്ട്, പുത്രൻ വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തതെന്നുള്ളത് നമ്മൾ വിശദമായി ചിന്തിച്ചു. എന്നിട്ട് ആത്യന്തികമായ നിലയിൽ അത് പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. 2 വാക്യം 2 പത്രോസ് 1:10 വാക്യമാണ് നമ്മൾ 11 വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇന്ന് പകലിൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, നമ്മുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള, നമ്മുടെ വിളിയെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടുത്തേക്കുള്ളവരുമല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. ആ പ്രവേശനം ധാരാളമായിട്ട് നമ്മൾക്ക് അനുഭവിക്കുവാൻ, ക്ലേശം കൂടാതെ അത് അനുഭവിക്കുവാൻ, തടസ്സം കൂടാതെ അത് അനുഭവിക്കുവാൻ, നമ്മെ വിളിച്ചത് എന്തിനാണെന്നും നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നുള്ള അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടായി